യൂണിവേഴ്സ് ലേഖാജയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാത്തിനും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് പുതിയ ഗായകരെ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊരു അവസരവുമുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ പോകുന്നു. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി സോണി വർഗീസാണ്. പ്രവാസിയായി മാറിയിട്ട് കുറച്ച് നാളായെങ്കിലും സോണി ഒരുപാട് ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ ആളുടെ പാട്ടൊക്കെ ഒരുപാട് പാടി ഈ ഗ്രൂപ്പുകളിലൊക്കെ അയച്ച് ഒത്തിരി നല്ല പ്രതികരണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ആ കോട്ടയംകാരനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സോണി, വെൽക്കം ടു ദി ഷോ. ഇപ്പൊ എത്ര നാളായി നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട്? ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 6 മാസമായി. നാട്ടിലെവിടെയാണ്? ചങ്ങനാശ്ശേരി. ഞാൻ കോട്ടയം നേരത്തെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചങ്ങനാശ്ശേരി. ഓക്കെ. നാട്ടില് ഇങ്ങനെ മ്യൂസിക് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ട്രൂപ്പിലൊക്കെ പോകാറുണ്ടായിരുന്നു. എത്ര വർഷം അവിടെ പ്രോഗ്രാം ചെയ്തു? അതായത് ചെറിയ കാലം മുതലേ ചെയ്യുന്നുണ്ടോ? കുറച്ച് കാലം ചെയ്തിട്ടുണ്ട്. ഓക്കെ. വീട്ടിൽ ആരാണ് പാടുന്നത് സോണി? വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ചെറുതായി, പിന്നെ ചേട്ടൻ പാടും. അത്യാവശ്യം എല്ലാവരും പാടുന്നതാണ് ഫാമിലിയില്. പിന്നെ ഞാൻ സോണിയെ ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാമിന് പങ്കെടുക്കണമെന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി വന്ന ഒരു ആർട്ടിസ്റ്റാണ് സോണി. അന്നേരം തന്നെ സോണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടെയാണ്. ലൈക്ക് പാട്ടുകൾ അനുകരിക്കാറുണ്ട്, ഒപ്പം ഫിലിം സ്റ്റാറിനെയൊക്കെ അനുകരിക്കാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അതൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാം. അപ്പൊ അതിനു മുമ്പ് ആദ്യം മ്യൂസിക്കൽ യൂവേഴ്സ് ലേഖാജയിലൂടെ ഒരു നല്ല പാട്ട് അല്ലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും സോണി എങ്ങനെയാണ് പാട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്ന്. സോ ആ നല്ലൊരു ഗാനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. യുവർ ഫേവറേറ്റ് ഷോ മ്യൂസിക്കൽ യൂവേഴ്സ് ലേഖാജയ്. பொறுக்கு சிரித்தவளே, என்ன குங்குமத்தி கரைச்சவளே, நெஞ்சம் மஞ்சள் தேய்ச்சி குளிக்கையில் என்ன கொஞ்சம் பூசுத்தாயே, உன் கொலுசுக்கு மணியா என்ன கொஞ்சம் மாற்றுத்தாதே. பொறுக்கு சிரித்தவளே, என்ன குங்குமத்தி கரைச்சவளே, நெஞ்சம் மஞ்சள் தேய்ச்சி குளிக்கையில் என்ன கொஞ்சம் பூசுத்தாயே, உன் கொலுசுக்கு மணியா என்ன கொஞ்சம் மாற்றுத்தாதே. சிரித்தவளே, என்ன குங்குமத்தி கரைச்சவளே, நெஞ்சம் மஞ்சள் தேய்ச்சி குளிக்கையில் என்ன கொஞ்சம் பூசுத்தாயே, உன் கொலுசுக்கு மணியா என்ன கொஞ்சம் மாற்றுத்தாதே. கொடிய விட்டு குதிச்ச மல்லிகையே, ஒரு மொழிய சிரிச்சு பேசறியே, விரல வச்சு அழுத்திய கழுத்தில கொளுத்திய வெப்பம் இன்னும்
நீ தீண்டும் இடம் தித்திக்குமே இனி பாக்கி உடம்பு செய்ய வேண்டும் பாக்கியமே பொறுக்கு சிறுத்தவளே என்ன குங்குமத்தை கரைச்சவளே நெஞ்ச மஞ்சள் தேய்ச்சி குளிக்கையில் என்ன கொஞ்சம் பூசு தாயே உன் கொலுசுக்குள் மணியா என்ன கொஞ்சம் மாட்டு தாயே ஒரு தடவை இழுத்து அணைச்சபடி உயிர் மூச்சு நிறுத்து கண்மணியே மழை அடிக்கு சிரிப்பேச்சு வெயில் அடிக்கும் ஒரு பார்வை உடம்பு மண்ணில் புதையுது வரையில் உடன் வரக்கூடுமோ நீ மண்ணோடு போவதெங்க அடவும் சேவனில் நான் இல்லையா கொல்ல வந்த மரண கூட குழம்புமையா ஊருக்கு சிரித்தவளே என்ன குங்குமத்தை கரைச்சவளே நெஞ்ச மஞ்ச தேய்ச்சி குளிக்கை என்ன கொஞ்சம் போசையா உன் கொலுசுக்கு மணியா என்ன கொஞ்சம் மாற்றதையா മുതൽവൻ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു പാട്ടാണ് നമ്മൾ പാടിയത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ, അല്ലെ? ഹരിജിയുടെ ഒരു വോക്കൽ എനിക്ക് തോന്നുന്നു അതുപോലെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സോണി ശ്രമിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതുപോലെ വേറെ ആരുടെയൊക്കെ സൗണ്ട് ആണ് നോർമലി അനുകരിക്കുന്നത്? ഒട്ടുമിക്ക പാട്ടുകാരുടെ ശബ്ദം അനുകരിക്കാറുണ്ട്. എന്നാൽ ഇപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്ത് സർപ്രൈസ് ആണ് കൊടുക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാട്ടുകാരാണ് എം ജി ശ്രീകുമാർ സാറ്. സാറിനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. എം ജി ശ്രീകുമാർ സാറ് ഹരിവരാസനം എന്ന ഗാനം പാടിയാൽ എങ്ങനെ ഇരിക്കും നമുക്ക് ശ്രദ്ധിക്കാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീസ്വനം ആരാധ്യ പാദുകം അരുവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. കെ ജി മാർക്കോസിൻ്റെ സൗണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അദ്ദേഹം പാടിയൊരു സിനിമാ ഗാനമുണ്ട്, അത് കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. സോണി അടിപൊളിയായിട്ട് പാടിട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ പാട്ടും അനുകരണ കലയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് എല്ലാവിധ ആശംസകളും ഞങ്ങൾ എല്ലാവരും നേടുകയാണ്. എന്തായാലും ഇനിയും ഒരുപാട് ആക്റ്റീവായിട്ട് ഗ്രൂപ്പുകളിലൊക്കെ നിൽക്കുക. പാട്ടിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കഴിവ് ഉണ്ട് എന്നുള്ള കാര്യം പ്രേക്ഷകരിലേക്ക് മാക്സിമം എത്തിക്കുക. സോ നിങ്ങളും സോണിയെ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം. അപ്പോൾ സോണി, എങ്ങനെയുണ്ടായിരുന്നു ഈ എപ്പിസോഡിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ആദ്യമേ തന്നെ ഇങ്ങനൊരു അവസരം തന്നതിന് ദൈവത്തിന് ഞാൻ നിന്ന് പറയുന്നു. ഒപ്പം മ്യൂസിക്കൽ ഈവേഴ്സ് ലേഖ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലൂടെ എനിക്കൊരു നല്ലൊരു അവസരം തുറന്നു കാട്ടിത്തന്ന ലേഖമാടത്തിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, പ്രത്യേകിച്ച് എൻ്റെ ബ്രദർ, എല്ലാവരും എന്നെ വളരെയധികം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു. സോണിയെ പോലെ തന്നെ നിരവധി കലാകാരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ
മറക്കരുത്. ഞങ്ങളുടെ ഒഫീഷ്യൽ പേജായ മ്യൂസിക്കലി യുവേഴ്സ് ലേഖ ജയിലൂടെ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറായ 05098299799 എന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു നല്ല എപ്പിസോഡ് കാത്തിരിപ്പുണ്ടാവും. അടുത്ത ആഴ്ച മറ്റൊരു നല്ല പ്രതിഭയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും യുവേഴ്സ് ലേഖ സൈനിങ് ഓഫ്.